ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഇങ്ങ് എത്തി. നമുക്ക് പ്ലം കേക്ക് വാങ്ങിക്കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റെപ്പാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് സോക്കിങ്ങും പിന്നെ പ്ലം കേക്ക് മസാലയും. ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് 1 kg ഒരു 4 കേക്കെങ്കിലും ചെയ്യാൻ പറ്റും. ഹാഫ് kg ആണെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചെയ്യേണ്ടത് പ്ലം കേക്ക് മസാലയാണ്. അതിനായിട്ട് ഞാനൊരു 30 ഗ്രാമ്പൂ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 25-30 ഏലക്ക ഇടണം. നല്ല വലുതാണെങ്കിൽ ഒരു 25 എണ്ണം മതി, നല്ല ചെറുതാണെങ്കിൽ 30 എണ്ണം ഇട്ടേര്. പിന്നെ ഒരു 2 ഇഞ്ച് വലിപ്പത്തിൻ്റെ 15 പട്ട ഇടുന്നുണ്ട്. പിന്നെ 2 ചുക്ക് പീസ് ഇടുന്നുണ്ട്. പിന്നെ ജാതിക്ക തോട് കളഞ്ഞിടുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ജാതിപത്രി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഞാനൊന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കുകയാണ്. അല്ലാതെ നമുക്കിപ്പോൾ വെയിലൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചീനിച്ചട്ടിയിലെല്ലാം ഇട്ട് ചൂടാക്കി എടുത്താൽ മതി, ചെറിയ ചൂട് മതി. ആദ്യം ഞാൻ നമ്മുടെ ചുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് പൊടിച്ച് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കി എല്ലാ സ്പൈസസും കൂടെ ഇട്ട് കൂടെ തന്നെ നമ്മുടെ ജാതിക്ക ചെറുതായിട്ടൊന്ന് ചതച്ച് ആ ചൂടോടെ തന്നെ ഇട്ട് ഒരുമിച്ച് പൊടിക്കുകയാണ്. ഇതെല്ലാം കൂടി ഞാൻ ഒരു അരമണിക്കൂറോളം വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് ഈ പൊടിച്ചെടുക്കുന്നത്. നല്ല പൊടിച്ചെടുക്കണം, നല്ല തരിയില്ലാതെ പൊടിച്ചെടുക്കണം. എന്നിട്ടൊന്ന് അരിച്ചെടുക്കണം, കാരണം അതിൻ്റെ നാരൊന്നും ഇരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നല്ല അരിച്ചെടുക്കണം. ഇത് നമുക്ക് പ്ലം കേക്കിന് മാത്രമല്ല, ജിഞ്ചർ ബ്രെഡ് കുക്കിയില്ലേ അതിനും ഇതാണ് ഉപയോഗിക്കുന്നത് ഞാൻ. നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൂട്ട്സും നട്ട്സും കൂടെ എങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ ആൽക്കഹോളിലല്ല ചെയ്യുന്നത്, ഗ്രേപ്പ് ജ്യൂസിലാണ്. ആദ്യം ഞാനൊരു 1/2 കപ്പ് ക്രഷ്ഡ് കാഷ്യൂ എടുക്കുകയാണ്. പിന്നെ 1/4 കപ്പ് ഡ്രൈഡ് ക്രാൻബെറി. നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഡ്രൈഡ് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള ഡേറ്റ്സ്, എന്ന് വെച്ചാൽ ജ്യൂസി അല്ലാതെ നല്ല കട്ടിയായിട്ടിരിക്കുന്ന ഡേറ്റ്സ് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഓറഞ്ച് പീലും ജിഞ്ചർ പീലും കിട്ടാത്തതുകൊണ്ട് ഡ്രൈഡ് ജിഞ്ചറും ഡ്രൈഡ് ഓറഞ്ചുമാണ് ഞാൻ എടുത്തത്. അത് രണ്ടും കൂടെ കട്ട് ചെയ്തപ്പോൾ 1/2 കപ്പ് വെച്ചുണ്ടായിരുന്നു. പിന്നെ 3 കളർ ടൂട്ടി ഫ്രൂട്ടി 1/2 കപ്പ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീഡ്ലെസ് റൈസിൻസ് 1/2 കപ്പ്. ഇത്രയാണ് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്, പൊടിക്കാത്ത സാധാ പഞ്ചസാര, 1/2 കപ്പ് നോർമൽ വാട്ടർ, 1/2 കപ്പ് മിക്സഡ് ഫ്രൂട്ട് ജാം. ഇത് 3ആണ് പിന്നെ വേണ്ടത്. പിന്നെ 3-4 ചെറിയ സ്പൂൺ എടുത്ത് ഫ്രീസറിൽ വെക്കണം. അതെന്തിനെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കാഷ്യൂ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിൽ തണുപ്പോ ഈർപ്പോ ഒന്നും ഇല്ലാതെ ചൂടാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതെല്ലാം ചീത്തയായിപ്പോവും, കുറേ നാളൊന്നും ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് ആദ്യമേ നട്ട്സ് എല്ലാം ഒന്ന് ചൂടാക്കിയിട്ടേ അത് എടുക്കാവുള്ളൂ. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു 1/2 കിലോ ജ്യൂസ് ഗ്രേപ്സ് ആണ്. ഇതാണ് നമുക്ക് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി, ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതൊട്ടും വെള്ളം ചേർക്കാതെ ജ്യൂസാക്കി അരിച്ചെടുക്കണം. ആദ്യം നമ്മൾ 1 കപ്പ് പഞ്ചസാര, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാര ഇട്ടിട്ട് അതിൽ 1/2 കപ്പ് വെള്ളം നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കണം. അത് രണ്ടും നല്ല പഞ്ചസാര നല്ല മെൽറ്റായി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, ഹൈ ഫ്ലെയിം ആക്കാനേ പാടില്ല. കുറച്ച് ക്ഷമ വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ചെയ്തെടുക്കണം. നമ്മൾ ഷുഗർ മെൽറ്റായി നല്ല കുറുകി തുടങ്ങി. ഇതിൽ നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് മതി. 1/2 കിലോ ഗ്രേപ്സിൽ നമുക്ക് അതിൽ കൂടുതൽ ജ്യൂസ് കിട്ടും. ബാക്കി നമുക്ക് ജ്യൂസായിട്ട് തന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കാം. നമുക്ക് 1 കപ്പ് മതി. ഈ ഗ്രേപ്പ് ജ്യൂസ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും അതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന 1/2 കപ്പ് മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ട് കൊടുക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിലോട്ട് നിൽക്കണം, കേക്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജാമും കൂടി നമുക്കിടാം. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ ജാമ് 2 ടേബിൾ സ്പൂൺ, അങ്ങനെ നമ്മളെ ഇഷ്ടം അനുസരിച്ച് ഇടാൻ പറ്റും. ഇത് ലോ ഫ്ലെയിമിലിരുന്ന് തന്നെ തിളച്ച് തുടങ്ങണം. തിളച്ച് വറ്റി തുടങ്ങുമ്പോഴത്തേക്കും വേണം ബാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇടുന്നതിന് മുമ്പുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ചെറിയ ഒരു തേനിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കും.
നമ്മളത് കയ്യിലെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു ചെറിയൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിരിക്കും. നല്ല ഒട്ടിപ്പിടിക്കുന്നതല്ല, ചെറുതായിട്ട് നമ്മൾ സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ലോ ഫ്ലെയിമിലായതുകൊണ്ട് തിളച്ചൊന്ന് കുറുകി തുടങ്ങാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമയമെടുക്കും. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടും കൂടെ ഇരിക്കണം. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ക്രഷ്ഡ് കാഷ്യൂ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അത് വേണം ആദ്യം ഇടാൻ വേണ്ടിയിട്ട്. നട്ട്സ് ഇട്ടിട്ട് വേണം ബാക്കി ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം കാഷ്യൂ ഇട്ട് ഞാൻ 1 മിനിറ്റ് അതൊന്ന് തിളച്ച് തുടങ്ങുന്ന ആ ഒരു സമയം വരെ ഞാനത് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നു. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. ബാക്കി ഞാൻ ഫസ്റ്റ് ഇടുന്നത് റൈസിൻസ് ആണ്. റൈസിൻസ് ഞാൻ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയില്ല. ഈ റൈസിൻസ് ഞാനൊന്ന് കഴുകി ഉണക്കി വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കണം. പിന്നെ 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി അതും ഇട്ട് കൊടുക്കണം. 3 കളറാണ് ഞാൻ എടുത്തത്, റെഡും ഗ്രീനും യെല്ലോയും. പിന്നെ ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സ് എന്ന് പറയുന്നത് നല്ല ജ്യൂസി കണക്കിരിക്കുന്ന ഡേറ്റ്സ് എടുക്കാൻ പാടില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഡേറ്റ്സ് തന്നെ എടുക്കാൻ നോക്കണം. പിന്നെ 1/4 കപ്പ് ക്രാൻബെറീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ വേറെയൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും ഇതുപോലെ സോക്ക് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈഡ് ജിഞ്ചർ ക്യാൻഡി അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 1/4 കപ്പോളം ഉണ്ട്. ഇത് നമ്മൾ ഡ്രൈഡ് ഓറഞ്ചാണ്. ഇതും 1/4 കപ്പ് കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും 1/4 കപ്പ് അടുപ്പിച്ചുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഇട്ട് നല്ല തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. കൂടെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന മസാല ഇല്ലേ, ഗരം മസാല പ്ലം കേക്കിൻ്റെ, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ 2ആയിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. 1 ടീസ്പൂണാണ് ഇടേണ്ടത്. ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ മസാല ചെയ്ത് വെച്ചിട്ട് വേണം ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ. ഇതിനി എല്ലാം കൂടി നല്ല കുറുകി വരണം, നല്ല തിളച്ച് കുറുകണം. ലോ ഫ്ലെയിമിൽ വയ്ക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. ഇത് നല്ല കുറുകി നല്ല കട്ടിയായിട്ട് വരും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 2-3 സ്പൂൺ എടുത്ത് ഫ്രീസറിൽ വയ്ക്കാൻ. അതെന്തിനെന്ന് വെച്ചാൽ ഇത് നല്ല തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും അതിൽ 1 ഡ്രോപ്പ് ലിക്വിഡ് എടുത്ത് അതിൽ ഒഴിച്ചു നോക്കണം. സ്പൂണിൽ നല്ല തണുത്ത സ്പൂണായതുകൊണ്ട് ആ ലിക്വിഡ് പെട്ടെന്ന് തന്നെ അതിൽ തണുത്ത് പിടിക്കും. അത് ഫ്ലോ ആവുന്നില്ലെങ്കിൽ, നല്ല ഒഴുകി വരുന്നില്ലെങ്കിൽ, അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പാകമായെന്നാണ്. പക്ഷേ ഇത് നല്ല ഒഴുകി വരുന്നുണ്ട്, കട്ടിയായിട്ടല്ല ഇരിക്കുന്നത്. പിന്നെ നല്ല കുറുകിയെടുത്തു. പിന്നെ ഇതുപോലെ ഓരോ സ്പൂൺ വെച്ച് ചെയ്യണം. ഇതും ചെറുതായിട്ട് ഇതുപോലെ ഒഴുകി വരുന്നുണ്ട്. ചെറിയ കട്ടിയേ ഉള്ളൂ, കുറച്ചും കൂടി തിക്കാവാറുണ്ട് ഇത്. കാരണം ഇത് ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഒരു 15 മിനിറ്റോളം പിന്നെയും കുറുക്കി എടുത്തിട്ട് ആക്കിയെടുത്തത്. അപ്പം ഇത് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കണ്ട, നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കമത്തി വയ്ക്കുമ്പോൾ കണ്ട ഒഴുകുന്നതൊന്നുമില്ല, നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം. ഇതിനി ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ 1 ടീസ്പൂൺ റം എസൻസും കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട്. പ്ലം കേക്കിൻ്റെ മെയിൻ സംഭവമാണ് റം എസൻസ് അല്ലെങ്കിൽ പ്ലം എസൻസ്, ഇതിലേതെങ്കിലും ഒന്ന് വേണം കേട്ടോ. അപ്പം റം എസൻസ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഓഫ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അത് കുറേ നേരം എടുത്തു, ഒരു 3-4 മണിക്കൂർ എടുത്ത് ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ദാണ്ട് ഇതുപോലത്തെ ഗ്ലാസ് കുപ്പിയിലാണ് ഞാൻ ഇട്ട് വയ്ക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ചീത്തയായി പോകത്തൊന്നുമില്ല. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇടുന്നത് അത്ര സേഫ് അല്ല. കുറേ നാളിരിക്കണമെങ്കിൽ ഗ്ലാസ് കുപ്പിയിൽ തന്നെ വയ്ക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം, നല്ല കട്ടിയായിട്ടിരിക്കുകയാണിത്. ഇത് അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസമെങ്കിലും നല്ല എയർ ടൈറ്റ് ചെയ്ത് വച്ചിട്ട് വേണം നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം റം എസൻസിൻ്റെ ആ ഒരു എസൻസൊക്കെ എല്ലായിടും പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല 2 ദിവസം കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും.
ഞാനിപ്പോൾ ഗ്ലാസ് ലിഡ് അടയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ റാപ്പ് വെച്ച് ഒന്നും കൂടി ഒന്ന് കവർ ചെയ്തിട്ടാണ് ലിഡ് വെച്ച് അടച്ച് വയ്ക്കുന്നത്. ഇത് ഞാനൊരു 2 ആഴ്ചയോളം വെച്ചിട്ടാണ് ഞാൻ സ്പോഞ്ച് ഉണ്ടാക്കുന്നത്. നമുക്കൊരു 2 ദിവസമെങ്കിലും ഇരിക്കണം അത്, എന്നാൽ മാത്രമേ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ പ്ലം കേക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ 2 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയി. ഇനി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ കൂട്ടുകാരെ, ബൈ.